എനിക്ക് അവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി. I understood one thing from there. പ്രവാചകന്മാർക്ക് സീസണുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. Prophets can turn the seasons. Amen. അവൻ 1 മൈൽ കൊണ്ട് ജീവിതം 30 വെള്ളിക്കാശിൽ നിർത്തുമ്പോൾ, when he's stopping his life in 30 silver coins, ജീവിതം തീർന്നെന്ന് ചിന്തിച്ച ഒരുവൾ, a lady who thought her life has ended, അവൾ 300 അടച്ചിട്ട് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യുക. she is breaking 300 silver coins. She is entering to another journey. അടുത്തൊരു കുടുംബത്തെ ഞാൻ കൊണ്ടുവരാം. I'll bring another family. അത് തീയിൽ തുടങ്ങിയ കുടുംബമാണ്. It started in fire. ഫയറിലാ തുടങ്ങിയത്. They started in fire. ഫയറിലാ തീർന്നതും. They ended in fire. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി എത്ര ശക്തമാണോ, How much of a strong the calling that's upon you, അത്രയും ശക്തമാണ് നിങ്ങൾക്കെതിരെയുള്ള ആത്മമണ്ഡലത്തിലെ യുദ്ധം. the battle against you in the realm of the spirit is that strong as your calling. മുകളിൽ പ്രാപിക്കുന്നതിനെ Whatever you're receiving from above, താഴ്വരയിൽ തകർക്കുന്ന ഒരു ശക്തി, there is a power that destroys in the valley. അതന്നും Then ഇന്നും and today, it's the same. വള്ളവും വലയും വിട്ടാണ് അനുഗമിച്ചത്. He left the boat and net and he accompanied Jesus. പക്ഷെ ഇപ്പൊ അതേ ഗന്നസരത്തിന്റെ തടാകക്കരയിൽ But in the same Gennesaret, the riverbank, വള്ളവുമുണ്ട്, there is boat, വലയുമുണ്ട്, there is net, അതേ മുക്കുവന്റെ വസ്ത്രവുമുണ്ട്. and there is a dress of the same fisherman. പിശാച് പറഞ്ഞൊരു പാദമുണ്ട്. There is a tongue that the devil said, ഇത്രയുള്ള എത്ര അത്ഭുതം കണ്ടാലും, you are only this much, how much ever you witness a miracle. ഒരുപാടെണ്ണം 1 മൈൽ കൊണ്ട് നിർത്തിയപ്പം When many people stopped in one first mile, ദൈവം ഈ തലമുറയിൽ ഒരു ചോദ്യം ചോദിക്കുക. God is asking a question in this generation. ഒരു സെക്കൻഡ് ജേണിക്ക് വേണ്ടി For a second journey. ഗന്നസരത്തിൽ തുടങ്ങി ഗന്നസരത്തിൽ തീരുന്ന ഒരു യാത്രയല്ല. It is not a journey which starts in Gennesaret and ends at the same place. തിഷ്ബയിൽ തുടങ്ങി ചൂരച്ചെടിയുടെ കീഴിൽ തീരുന്ന ഒരു യാത്രയല്ല. It's not a journey which starts in Tishbe and ends under the bush. ചൂരച്ചെടിയുടെ കീഴിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് To start from the bush again. വെല്ലുവിളിച്ചവളെ വലിച്ച് തറയിൽ ഇടാനുള്ളവന്റെ മേൽ അടുത്ത പകർച്ചയുടെ പുതപ്പിടുന്ന, To pour out a mantle upon the person who's going to pull down the same woman who spoke against you. 1 രാജാക്കന്മാരുടെ പുസ്തകം 1 Kings 19 അധ്യായം chapter 19 അതിന്റെ 7-ാമത്തെ വാക്യം. verse 7. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. The angel of the Lord came back a second time and touched him and said, get up and eat, for the journey is too much far for you. അടുത്തിരിക്കുന്നവരുടെ കരത്തെ പിടിച്ചിട്ട് പറ, Hold on to the hand of your neighbor നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് പറ. and say, you have a long journey to do. അതൊരു പ്രൊഫറ്റിക്കൽ വേർഡാ. That's a prophetic word. അതിന്റെ അർത്ഥം ഈ ഇടയ്ക്കൊന്നും നീ ചാകത്തില്ലെന്നാ. That means you are not going to die very soon. Come on. Come on. ആ വാക്കിന്റെ അർത്ഥം ഈ ഇടയ്ക്കൊന്നും നീ ചാവത്തില്ലെന്നാ. The meaning of the word is you are not going to die very soon. ഒന്നുകൂടെ പറഞ്ഞു, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന്. Say one more time, you have a long journey to do. ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുവാ, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. I'm prophesying to somebody sitting inside this, you have a long journey to do. Jesus' name. അവിടെ 2 പദങ്ങളാണ് എഴുതിയിരിക്കുന്നത്. There are 2 terms written there. യഹോവയുടെ ദൂതൻ, The angel of the Lord, 2-ാം പ്രാവശ്യം അവനെ തട്ടി, came back second time and touched him. എഴുന്നേൽക്കുക, Get up. നിനക്ക് ദൂരയാത്രയുണ്ട്. You have a long journey. ഇനി നിങ്ങൾ എന്റെ കൂടെ അല്പസമയം വരണം. Come with me a couple of minutes. ദൈവം നിങ്ങളെ തൊടും. The Lord is going to touch you. രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. In the 1 Kings chapter 17, ഒരു കൊടുങ്കാറ്റുപോലെ പൊല്യൂട്ടഡ് ആയി പോയ സ്പിരിച്വൽ വേൾഡിലേക്ക് എൻ്റർ ചെയ്ത ഒരു ദൈവമനുഷ്യനായിരുന്നു ഏലിയാ. Elijah was a man of God who stepped into the spirit world as a whirlwind. കൊടുങ്കാറ്റ് പോലെ ആ മനുഷ്യൻ കയറി വന്നു. He came in as a whirlwind, as a cyclone. പൊല്യൂട്ടഡ് ആയി പോയ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് ഈ മനുഷ്യൻ കയറി വരുന്നു. And he's stepping into a polluted spiritual atmosphere. ആ കാലഘട്ടം വരെ Till that time, പ്രവാചകന്മാർ വരാൻ പോകുന്നതിനെ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ
when prophets are prophesying about things that's gonna come, ഈ മനുഷ്യന്റെ കാലഘട്ടം കൊണ്ട് പ്രവചനത്തിന്റെ റൂട്ട് തിരിയാൻ തുടങ്ങി. and in his season the root of prophecy is turning. Amen. അന്ന് വരെ പ്രവാചകന്മാർ പറഞ്ഞു വരും, Till then prophesied it will come, വന്നുകൊണ്ടിരിക്കുന്നു. it is coming. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ But in his time period, പ്രവചനത്തിന്റെ സ്പീഡ് വർദ്ധിച്ചു. the acceleration of prophecy increased. ഒന്നുകൂടെ പറഞ്ഞാൽ, More precisely, എലിയാവിന്റെ പ്രവചനത്തിൽ വരും എന്നല്ല, in the prophecy of Elijah, it is not it will come. താൻ പറഞ്ഞത് വന്നു. Whatever he said, it came. Amen. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, If I step one step and say one more time, താൻ എന്തു പറയുന്നോ whatever he says, അത് അങ്ങനെ തന്നെ സംഭവിക്കുക. that used to manifest exactly the same. ദൈവം ഇവിടെ നിൽക്കുമ്പോ When God is standing here, എന്റെ അകത്ത് നല്ല ബോധ്യത വരുന്നു. I am getting a great conviction in my heart. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഭാരത സഭ കയറാൻ പോവുകയാണ്. Indian church is going to step into those kind of seasons. ഞങ്ങൾ ഈ പ്രവചനങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ, When we analyze the prophecies, ഈ ഏലിയാവിന്റെ കാലഘട്ടം പോലൊരു കാലഘട്ടം, a time period like the period of Elijah, അദ്ദേഹം വന്നിട്ട് പറയാ ഇനി മഴയും മഞ്ഞും വരത്തില്ല, 10 ദിവസം കഴിഞ്ഞെന്നല്ല, ഇന്നു മുതൽ. I mean, Elijah is saying now dew and rain will not come, not after 10 days from today. എനിക്ക് അവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി. I understood one thing from there. ഈ പ്രവാചകന്മാർക്ക് സീസണുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. Prophets can turn the seasons. Amen. ഓ, നിങ്ങൾ എന്നെ Come on, വിളില്ല. come on, come on. അസാധാരണമായ ഒരു ഷെയ്ക്ക് ആത്മമണ്ഡലത്തിൽ ഈ മനുഷ്യൻ ഉണ്ടാക്കി. And this man is creating an extra normal, shake in the spirit world. രണ്ട് സ്ട്രീമിനകത്തൂടാണ് ദൈവസഭ പോകുന്നത്. The church is flowing to 2 streams. ഒന്ന് മോശയുടെ കാലം, One is a time period of Moses. രണ്ട് ഏലിയാവിന്റെ കാലം. Second is a time period of Elijah. മോശയുടെ കാലത്തിന്റെ പ്രത്യേകത, The speciality of the time of Moses, മോശ സംസാരിച്ചത് മുഴുവൻ whatever Moses spoke ജനത്തോടായിരുന്നു, was to the people. പക്ഷെ ഏലിയാവ് സംസാരിച്ചതെല്ലാം But whatever രാജാവിനോടും രാജകീയ അധികാരങ്ങളോടുമായിരുന്നു. But whatever Elijah spoke was to the king and kingly authorities. മോശ അഭിസംബോധന ചെയ്തത് മരുഭൂമിയിലെ സഭയായിരുന്നു. Moses spoke to the church in the wilderness. പക്ഷെ ഏലിയാവ് എപ്പോഴും അഭിസംബോധന ചെയ്തത് ഒരു രാജകീയ അഭിഷേകവുമായിട്ടുള്ള കണക്ഷനിലായിരുന്നു. But Elijah always spoke to a kingly anointing. ഞാൻ ആ മേഖലയിലോട്ടല്ല പോകുന്നത്. I'm not going to that area. ഈ മനുഷ്യൻ അതുപോലെ ആത്മമണ്ഡലത്തിൽ ചലനം ഉണ്ടാക്കി കളഞ്ഞു. This man can make that kind of change in the spirit realm. രാജകൊട്ടാരത്തെ ഇളക്കി. He shook the palace. താൻ എന്തു പറഞ്ഞോ അത് സംഭവിച്ചു. Whatever he said, that happened. ഈ മനുഷ്യന്റെ കാലഘട്ടത്തിൽ റൂട്ട് മാപ്പ് സ്റ്റാർട്ട് ചെയ്തേ. I mean, in this man's season, in a lifetime, that's where the route map was created. Come on. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് റൂട്ട് മാപ്പ് ഇട്ട് പോയിട്ട് നല്ലൊരു മനുഷ്യന്റെ വീടിന്റെ പുറകിൽ കൊണ്ട് നിർത്തിക്കളഞ്ഞു. The other day after a meeting, I set the Google Maps and I, ended up in the backyard of a good person. പക്ഷേ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ പറന്നിറങ്ങിയ കാക്കയ്ക്ക് ആരാ റൂട്ട് മാപ്പ് കൊടുത്തേ? But who gave the route map to the raven who went to Elijah? Come on. ആഹാബിന്റെ കിങ്കരന്മാര് നാട് മുഴുവൻ അരിച്ചു പെറുക്കി ഏലിയാവിനെ അന്വേഷിക്കുമ്പോൾ കാക്ക രാവിലെ വൈകിട്ട് ഏലിയാവിന്റെ അടുക്ക പോയിട്ട് വരുവാ. Even when the people sent by the king is searching for Elijah, the raven is coming daily and going. Come on, come on, come on. അർത്ഥം ആ റൂട്ട് മാപ്പിന്റെ സാറ്റലൈറ്റിന്റെ വർക്ക്. Amen. The meaning, the satellite of that route map is from the above. ആരെയൊക്കെ നോക്കി ഞാൻ ഇതിനകത്ത് പ്രവചിച്ചു പറയുക. I'm prophesying to somebody sitting inside us. ചിലരുടെ റൂട്ടുകൾ ഈ പകലിൽ ക്ലിയർ ആവുകയാണ്. Your routes have been cleared this morning. വിശ്വസിക്കുന്നവർ ഒരുമിച്ച്, If you believe together. അസാധാരണ മിനിസ്ട്രി ചെയ്തൊരു ദൈവ മനുഷ്യൻ, A man who did supernatural ministry. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ ഒരു ചെടിയുടെ കീഴിൽ വന്ന് ചുരുണ്ട് കിടന്ന് ഈ മനുഷ്യൻ പറയുന്നൊരു പദവാ, മതി ഇനിയും വയ്യ,
എന്നെ എടുക്കണം. And suddenly after all this ministry he is coming under a bush and he's saying, Lord, I am done, take me. എന്തോ മിനിസ്ട്രി ചെയ്ത മനുഷ്യനാ. He was a man who did different ministry. നമ്മുടെ കണക്ക് 4 സാക്ഷ്യം പറയിപ്പിച്ച് വിട്ട മിനിസ്ട്രി അല്ല. It's not a ministry where many people said their words. ആകാശം അടച്ചു, ആകാശം തുറന്നു, ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിഞ്ഞു, 850 എണ്ണത്തിനെ വെട്ടി, ഒരു ഭയങ്കര ഒരു അസാധാരണ നമ്മൾ ഇന്ന് കാണുന്ന ഒന്നും അല്ല. He opened heavens, he closed heavens, he released fire, he built the altar, he cut off 800 priests. രാജാവ് നാട് മുഴുവൻ ആളെ വിട്ടിട്ട് പുള്ളി ചുരുണ്ടില്ല. പക്ഷേ ഒരു പെങ്കൊച്ച് ഒരു തട്ടിന്റെ മുകളിൽ ഇരുന്നിട്ട് തട്ടിക്കളയുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചുരുണ്ടുപോയി. When the king sent his people to kill him, he was not terrified. But when a lady said, from the upper place and said, I will kill you, he got terrified. അന്നും ഇന്നും അഭിഷക്തന്മാരെ തകർക്കുന്നത് വാക്കുകളാണ്. Then and today, what destroys the men of God are words. ഇന്ന് നമ്മൾ ഇതിനകത്ത് ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Today we are going to pray for many people today. എത്ര പേര് ഇതിനകത്ത് അതിന് തയ്യാറായിട്ടുണ്ട്? How many of you are ready for that? ഈ മനുഷ്യൻ തീരുമാനമെടുക്കുന്ന എനിക്ക് ഇനി ശുശ്രൂഷ വേണ്ട. This man is deciding, I don't want ministry, I don't want to do this anymore. ഇനി ഓടണ്ട. I don't want to run. അങ്ങനെ ഞാൻ ചിന്തിച്ചു കിടക്കുമ്പോഴാണ് The time when he was thinking about that, ഒരു ദൂതൻ ഇറങ്ങി, an angel of the Lord descended അവനെ തട്ടിയിട്ട് പറയുകയാണ്, and shook him and said, ഇവിടം കൊണ്ട് തീരാനല്ല വിളിച്ചിറക്കിയത്, I didn't call you to stop in this place, ഇവിടെ ചുരുളാനല്ല വിളിച്ചിറക്കിയത്, I didn't call you to get crowded inside us. അടുത്ത തലമുറയുടെ മേൽ ഇടേണ്ട പുതപ്പ് നിന്റെ കയ്യിലുണ്ട്. There is a mantle in your hand that you should put on another generation. നീ എഴുന്നേൽക്കുക. You rise up. ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ നോക്കി പ്രവചിച്ചു പറയുക. I'm prophesying to somebody sitting inside us. ഇനിയും ചിലതിനെ നീ അഭിഷേകം ചെയ്യാനുണ്ട്. You have to anoint more people. Amen. അവിടാണ് ദൂതൻ ഇറങ്ങി തട്ടുക. That's where the angel descends and shook him. ഒരു വട്ടം തട്ടിയെന്നല്ല. It's not that he touched one time. ഒന്ന് ദൂതൻ തട്ടിയിട്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. When the angel touched him for the first time, he's not getting up. ദൂതൻ വീണ്ടും തട്ടി. He shook one more time. ഇനി ഞാൻ മെസ്സേജിലോട്ട് വരാൻ പോവാ. Now I'm coming into the message. ഏതൊരു ആത്മീകന്റെയും In any spirit man, ഏതൊരു ദൈവമനുഷ്യന്റെയും a godly man, ഏതൊരു നിയോഗമുള്ളവന്റെയും any man who has the unction of God upon him, ജീവിതത്തിൽ 3 കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. there is possibility of 3 things in his life. അതിലൊന്ന്, One, ഒരു സെക്കൻഡ് ചാൻസ് ആരുടെയും ലൈഫിനകത്തുണ്ട്. there is a second chance in anybody's life. ഒരു രണ്ടാം സ്പർശനത്തിനുള്ള സാധ്യതയുണ്ട്. There is a possibility of a second touch. Amen. തീർന്നില്ല. It's not ഒരു done. സെക്കൻഡ് ജേണിക്കുള്ള സാധ്യതയുണ്ട്. There is a possibility of a second journey. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഏതൊരു നിയോഗമുള്ളവന്റെ ജീവിതത്തിലും I'm telling you one more time, anybody who has the unction of God upon him, ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. there is a second chance. Amen. ഏതൊരു നിയോഗമുള്ളവന്റെ ലൈഫിനകത്തും Upon anybody who has the unction of God upon him, ഒരു സെക്കൻഡ് സ്പർശനത്തിനുള്ള സാധ്യതയുണ്ട്. there is a possibility of a second touch. ഏതൊരു നിയോഗമുള്ളവന്റെ ജീവിതത്തിനകത്തും In anybody who has the unction of God upon him, ഒരു സെക്കൻഡ് ജേണിക്കുള്ള സാധ്യതയുണ്ട്. there is a possibility of a second journey. ഇന്ന് ഈ സമയത്ത് Today in this time, ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, I am prophesying in the spirit. ചിലരുടെ സെക്കൻഡ് ജേണിയുടെ ടൈമായി. It's a time of your second journey. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കാം. If you can believe, start praising God. ചിലരുടെ സെക്കൻഡ് ജേണിയുടെ ടൈമായി. It's a time of your second journey. ചിലരുടെ സെക്കൻഡ് ജേണിയുടെ ടൈമായി. It's a time of your second journey. Thank you Jesus. Sharaba Santaya Barakacharabas. ഞാൻ ഇതിനകത്ത് സെക്കൻഡ് ചാൻസും സെക്കൻഡ് ടച്ചും ഒന്ന് മാറ്റി ഞാൻ സെക്കൻഡ് ജേണിയിലോട്ടൊന്ന് വരാൻ പോവാം. I'm changing the second chance and second touch and coming to the second journey. നിങ്ങൾ 66 തിരുവചനം എടുത്താലും Even if you take 66 scriptures, ഇതിനകത്ത് പലരുടെയും ലൈഫിനകത്ത് in many people's life,
ഒരു സെക്കൻഡ് ജേണി നമുക്ക് കാണാൻ പറ്റും. You can see a second journey in everyone's life. എന്തോ എനിക്ക് ഇന്ന് ഇതിനകത്ത് നിൽക്കുമ്പോൾ When I'm standing here today, എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയുന്നു, the Holy Spirit, God is strongly telling me, അടുത്ത ഒരു ഓട്ടത്തിന് വേണ്ടി ആരൊക്കെയോ ഇതിനകത്ത് ഇന്ധനം നിറയ്ക്കുന്നുണ്ട്. I receive. Somebody is fueling up for another journey. Yes. അടുത്ത ഒരു ഓട്ടത്തിന് വേണ്ടിയുള്ള ഇന്ധനം ഇതിനകത്ത് ആരൊക്കെയോ നിറയ്ക്കുന്നുണ്ട്. Somebody is fueling up yourself for a second journey inside us. Oh Jesus. ആരുടെയൊക്കെ മേലത് നിറയുന്നുണ്ട്. It's been filling upon somebody today. Shantele basetele brabasanta. Jesus. അടുത്തിരിക്കുന്ന കരത്തെ ഒന്ന് പിടിക്കുക. Hold the hand of your neighbor എന്നിട്ട് പറ, and say, സെക്കൻഡ് ജേണിയുടെ ടൈം ആയെന്ന് പറ. it's a time of the second journey. നല്ലതുപോലെ പറ. Come on, say it properly, say it nicely. സെക്കൻഡ് ജേണിയുടെ ടൈം ആയെന്ന് പറ. It's a time of your second journey. ഈ സെക്കൻഡ് ജേണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. There's a specialty for the second journey. നിന്നെ വെല്ലുവിളിച്ചതിന്റെ എല്ലാം മുകളിലൂടെ യാത്ര. You are flying above everything that challenges you. എന്തോ എനിക്ക് ഭയങ്കര അന്തരീക്ഷം ഇതിനകത്ത് ഫീൽ ചെയ്യുക. I can feel a great atmosphere inside us. ഇതിനകത്ത് ചില നിയോഗമുള്ള ചിലത് ഇരിപ്പുണ്ട്. There are many people with the unction of God ഇത് upon them. നിന്നോടുള്ള ദൂത. This is a prophecy to you. ഇത് നിന്നോടുള്ള ദൂത. This is a prophecy to you. ഇത് നിന്റെ സെക്കൻഡ് ജേണിയുടെ ടൈം. This is the time of your second journey. എനിക്കറിയത്തില്ല ഇതിനകത്ത് നിയോഗമുള്ള ചിലത്. Some people with the unction of God inside us. ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ എഴുന്നേറ്റതുപോലെ, As Elijah got up from the bush. ഞാൻ ആ ദൂത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അതിനകത്തൊക്കെ കയറാം. I'll say a couple of things and enter into this prophetic word. ഈ ബൈബിൾ നിങ്ങൾ പഠിച്ചാൽ, when you study this word of God, നിയോഗമുള്ളവന്റെ ലൈഫിനകത്ത് രണ്ട് യാത്രയുണ്ട്. there is two journeys on the people who has the unction of God upon them. അതൊരു 1 മൈൽ യാത്രയുണ്ട്. That is a 1 mile journey. ചിലർ 1 മൈൽ കൊണ്ട് പരിപാടിയെല്ലാം ക്ലോസ് ചെയ്ത് പാസ്പോർട്ട് മിസ്സേക്കല്ല പരിപാടി നിർത്തും. Some people will stop their journey, they will take away the passport and visa, they'll stop their journey after 1 mile. പക്ഷെ ചിലർ 1 മൈൽ കൊണ്ട് നിർത്തത്തില്ല. But some will not stop in 1 mile. പ്രാർത്ഥിച്ചോണം, ചിലരുടെ മേൽ പകർച്ചകൾ നടക്കും. Start praying, the impartation might happen upon you. ഞാൻ ചിലതിന്റെ തലയുടെ മീതെ സെക്കൻഡ് ജേണി എഴുതുന്നത് ഞാൻ കാണുക. I see second journey be written upon people's head. Oh Jesus, hallelujah. ഈ 1 മൈലിന്റെ പ്രത്യേകത ഞാൻ പറയാം. The specialty of the 1 mile, I'll say to you, ഏതൊരു ആത്മീയന്റെ ജീവിതത്തിൽ ഇതുണ്ട്. in any spiritual man's life this is there. ഏതൊരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഇതുണ്ട്. It's in the life of any anointed man of God, any servant of God. ഒരു 1 മൈലുണ്ട്, There is a 1 mile, 2 മൈലും ഉണ്ട്. there's a second mile. ഈ 1 മൈലിന്റെ പ്രത്യേകത, The specialty of the first mile, അത് തുടങ്ങുന്നത് it starts ബെത്ലഹേമിലാണ്. in Bethlehem. അത് തീരുന്നത് It ends up ഒന്നെങ്കിൽ ഗദശമന അല്ലെങ്കിൽ പിലാത്തോസിന്റെ ഗബദ. It either ends up at Gethsemane or in the court of Pilate. സെക്കൻഡ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് When the second journey starts, ഗബദയ്ക്കകത്തുനിന്ന്. it starts on the court of Pilate. പക്ഷെ പലരും But many people, ഈ 1 മൈൽ കൊണ്ട് പരിപാടി സ്റ്റോപ്പ് ചെയ്യും. they will stop in the first mile. സെക്കൻഡ് ജേണിക്കകത്തോട്ട് കയറത്തില്ല. They don't step into the second journey. ഞാൻ 1-2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകും. I'm just going to bring a couple of people before you. യേശു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് തെരഞ്ഞെടുത്ത 12 ഒരാളുണ്ടായിരുന്നു, പേര് യൂദ. Jesus chose 12 disciples after praying for a whole night. One among them was Judas. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് തെരഞ്ഞെടുത്തതാ. He prayed for the entire night and he chose them. ശ്രദ്ധിച്ചാൽ അറിയാം. If you pay careful attention, you can see it. പുള്ളി തുടങ്ങിയത് ബെത്ലഹേമിലാ. He started in Bethlehem, പക്ഷെ പുള്ളി ഗദശമന കൊണ്ട് but he stopped in Gethsemane. ഞാൻ യൂദയെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. When I studied about Judas, I understood this thing. ഏതൊരു ആത്മീകന്റെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള
ഒരു ഇടർച്ചയുടെ മാതൃകയാണ് യൂദ. And Judas is an example of any man of God's life, who has stopped in their life, any stumbling in their life. യൂദ കണ്ട അത്ഭുതം ഇവിടെ ഇരിക്കുന്ന ആരും കണ്ടിട്ടില്ല. No one in this sitting here has seen the miracles that Judas has seen. യൂദ യേശുവിന്റെ കൂടെ ഇരുന്ന് അത്താഴം കഴിച്ചിട്ടുണ്ട്. Judas has sat with Jesus and ate the Last Supper. മരിച്ച പലരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ യൂദ സാക്ഷിയാ. And Judas is witness for many people rising from the dead. 5,000 പേർക്ക് കൊടുത്തപ്പോഴും യൂദ സാക്ഷിയാ. Judas is a witness when God multiplied 5 breads and 2 വെള്ളത്തിന്റെ fish. മീതെ നടക്കുമ്പോഴും യൂദ സാക്ഷിയാ. When Jesus is walking about the waters, Judas is a witness. പക്ഷെ ഗതശമനം കൊണ്ട് യൂദ നിർത്തി പരിപാടി. But Judas stopped his ministry in Gethsemane. യൂദ ക്രിസ്തുവിനിട്ട വില എത്രയാണെന്നറിയാവോ? Do you know the price that Judas kept for Jesus? 30 വെള്ളിക്കാശ്. It's 30 silver coins. 3.5 വർഷം കൂടെ നടന്നപ്പം When he was walking with for 3.5 years, അവൻ ക്രിസ്തുവിനിട്ട വില 30 വെള്ളിക്കാശാ. the price that he put for Christ was 30 silver coins. 30 വെള്ളിക്കാശ് തൂക്കി വാങ്ങിച്ച് ഗതശമന കൊണ്ട് അവൻ ശുശ്രൂഷയ്ക്ക് അടിവരയിടുമ്പോ, When he is putting a stop to his ministry by getting 30 silver coins, stopping the ministry in Gethsemane, 300 വെള്ളിക്കാശ് അങ്ങോട്ട് ഉടച്ചിട്ട് ഒരു സെക്കൻഡ് ജേണിക്കകത്തേക്ക് കയറുക. oh, somebody broke a jar of alabaster oil by paying 300 silver coins and entering into a second journey. എന്തോ ഇന്ന് ഈ അന്തരീക്ഷത്തിനകത്തിരിക്കുമ്പോ, When I'm sitting in this atmosphere today, ഈ അന്തരീക്ഷത്തിനകത്ത് അത് എഴുതുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. I see it has been written in this atmosphere in the spirit. ഇത് now. നിന്റെ സെക്കൻഡ് ജേണിയുടെ ടൈമാ. This is the time of your second journey. Jesus. Shatarabasanta. ആമേൻ, Amen. ആമേൻ. യൂദ Judas. തുടക്കം നല്ലതായിരുന്നു. His beginning was very good. ശുശ്രൂഷയിൽ ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ട ആളാണ്. He was a man who involved in many types of എന്റെ ഹൃദയത്തിൽ ministry. വരുന്ന 2-3 കാര്യങ്ങൾ പറയാം. I'll tell a couple of things which is coming to my heart. അവൻ യേശുവിന്റെ കൂടെ ഇരുന്നു. He sat with Jesus, പക്ഷെ അവൻ യേശു ആരാന്ന് പിടികിട്ടിയില്ല. but he did not understand who Jesus was. അവൻ യേശുവിന്റെ കൂടെ കഴിച്ചു. He ate with Jesus, പക്ഷെ അവൻ യേശുവിന്റെ ടേസ്റ്റ് കിട്ടിയില്ല. but he did not get the taste of Jesus. അവൻ യേശുവിന്റെ കൂടെ നടന്നു. He walked with Jesus, പക്ഷെ യേശുവിന്റെ വില അവൻ അറിയില്ല. but he did not understand the price of Jesus. അവൻ ഗതശമനം കൊണ്ട് 1 മൈൽ കൊണ്ട് ശുശ്രൂഷ നിർത്തി. He stopped his journey in the first journey in Gethsemane. അവൻ 1 മൈൽ കൊണ്ട് ജീവിതം 30 വെള്ളിക്കാശിൽ നിർത്തുമ്പോ, When he's stopping his life in 30 silver coins, ജീവിതം തീർന്നെന്ന് ചിന്തിച്ച ഒരുവൻ, a lady who thought her life has ended, അവൾ 300 അടച്ചിട്ട് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യുക. she is breaking 300 silver coins. She is entering to another journey. എന്തോ ഇന്ന് ഈ സെക്ഷനകത്ത് Something in the session ഈ today, 3 ദിവസത്തിനകം in these 3 days, ചിലർ അടുത്ത ഒരു സെക്കൻഡ് ജേണിക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാ. somebody is being prepared for a second journey. Jesus' mighty name. Shatariba Sante Ribaudash. യൂദ 1 മൈൽ കൊണ്ട് ജീവിതം തീർത്തവനാ. Judas stopped his life by the first mile. 1 മൈൽ കൊണ്ട് തീർത്തവരുടെ കാര്യം ഞാൻ പറയുന്നത്. I'm talking about the people who finished their life in the first mile. എനിക്ക് യൂദയെ പറ്റി ചിന്തിച്ചപ്പോൾ ഒത്തിരി എൻ്റെ ഹൃദയത്തിനകത്ത് പെയിൻ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങളുണ്ട്. There's so many things which created pain inside me when I thought about Judas. സാധ്യതകൾ ഉണ്ടായിരുന്നു. There was possibilities. മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. There were warnings. പുള്ളിക്ക് പറ്റിയില്ല. But he could not. അടുത്തൊരു കുടുംബത്തെ ഞാൻ കൊണ്ടുവരാം. I'll bring another family. അത് തീയിൽ തുടങ്ങിയ കുടുംബമാണ്. It started in fire. ഫയറിലാ തുടങ്ങിയത്. They started in fire. ഫയറിലാ തീർന്നതും. They ended in fire. പേര് അനന്യാസും സഫീരയും. Their name is Ananias and Sapphira. അവര് കണ്ടതിന്റെ അത്രയും പകർച്ച കണ്ട ഒരാളും ഇതിനകത്തില്ല. There is no one sitting inside us who has seen impartations as they saw. ഒറ്റ പ്രസംഗത്തിൽ 3000 മുങ്ങുന്നത് കണ്ടവരാ. They saw 3,000 people being baptized in one sermon. പക്ഷേ ഏത് മാളിക മുറിയിൽ തുടങ്ങിയോ, But where, in which upper room they started? അതേ മാളിക മുറിയിൽ നിന്ന് From the same upper room, അവർ 1 മൈൽ കൊണ്ട് തീർത്തു കളഞ്ഞു. they stopped in the first mile. പക്ഷെ എന്തോ എനിക്ക് ഇന്ന് ഇതിനകത്ത് നിൽക്കുമ്പോൾ But when I'm standing here today, ദൈവം എന്നോട് വളരെ വ്യക്തമായിട്ട് പറയാൻ പറയുന്നു. the Lord is asking me to say this very precisely. ചുരുക്കം ചിലത്, A few of you, നിയോഗമുള്ള ചിലത്, people who has the unction of God upon you, അടുത്ത ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള ചില ഒരുക്കങ്ങൾ ഇതിനകത്ത് നടത്തുകയാണ്. you are preparing yourself for another journey.
നിങ്ങൾ എപ്പോഴും അറിയേണ്ട ഒന്ന് രണ്ട് സത്യങ്ങൾ പറയാം. I'll say some truths that you have to know all the time. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി എത്ര ശക്തമാണോ, How much of a strong the calling that's upon you, അത്രയും ശക്തമാണ് നിങ്ങൾക്കെതിരെയുള്ള ആത്മമണ്ഡലത്തിലെ യുദ്ധം. the battle against you in the realm of the spirit is that strong as your calling. യൗവനക്കാരനെ കേൾക്കുന്നുണ്ടോ? Is youngsters listening to me? നിന്റെ മേലുള്ള വിളിയുടെ ആഴം അറിയണമെങ്കിൽ, If you have to know the depth of your calling, നിനക്കെതിരെ വരുന്ന അറ്റാക്കിന്റെ ഫേസ് നോക്കിയാൽ മതി. you just look to the face of the attack that's coming against you. Amen. ദൈവത്തിന്റെ സ്വപ്നം പർവ്വതമുകളിൽ നിന്നും പ്രാപിച്ച് ആ സ്വപ്നവുമായിട്ട് മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോ, When Moses is descending down the mountain by receiving the dream of God, കൂടെയുള്ള ആള് പറയുന്നു ഉത്സവത്തിന്റെ ശബ്ദമാണെന്ന് പറയുന്നു. the man who is with him is saying there is a sound of festival. പക്ഷേ വിളിയുള്ളവൻ പറയുന്നു അല്ല, അത് തോറ്റവന്റെ ശബ്ദമാണ്. Amen. But the man who is calling, he's saying that's not a sound of victory, that's a sound of failure. താൻ പ്രാപിച്ച ആ ദൈവത്തിന്റെ ഹൃദയം എടുത്ത് താഴ്വരയിൽ വരുമ്പോ, When he's coming down to the valley with the heart of God, തന്നെ എതിരേറ്റു വരുന്നത് ഒരു കാളക്കുട്ടിയുടെ രൂപമാണ്. he's seeing a bull's face before him. അടുത്ത സെക്കൻഡിൽ അത് ഉടച്ചു കളയുകയാണ്. In next second he's breaking it. ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശവും ഇത്രേ ഉള്ളായിരുന്നു. And the intention of this bull was only ഞാൻ this. ആരോടാ പറയുന്നത്? Who am I speaking to? ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം The intention of this calf, the bull, ഈ ജനത്തെ നൃത്തം ചെയ്യിക്കുക എന്നുള്ളതല്ല. is not to make these people dance. ഈ ജനത്തെ വേറൊന്നും ചെയ്യിക്കുക എന്നുള്ളതല്ല. It's not to make these people do anything else. ആ പർവ്വതമുകളിൽ നിന്ന് പ്രാപിച്ചത് താഴ്വരയിൽ റിലീസ് ആകരുത്. Whatever this man is receiving from the mountaintop should not be released in the valley. Come on. ഇനി എന്റെ കൂടെ നിങ്ങൾ വരും. Come up with me. ഒറ്റ ഉദ്ദേശമുള്ളതിന്. There was only one intention. ആ മുകളിൽ നിന്ന് പ്രാപിച്ചത് Whatever he was receiving from above, താഴ്വരയിൽ അത് റിലീസ് ആകരുത്. that should not be released in the valley. അത് വെറും ഒരു കാളക്കുട്ടിയല്ല. That was not a normal bull. മോശയ്ക്ക് മനസ്സിലായി Moses understood കാളക്കുട്ടിയുടെ രൂപമേ ഉള്ളൂ. it is just the image of a bull, പുറകിൽ നിൽക്കുന്നവൻ വേറെയാ. but the one who is standing behind is someone else. ഞാൻ ഇതിനകത്ത് നിയോഗമുള്ളവനെ നോക്കിയാ വിളിച്ചു പറയുന്നത്. I'm talking to somebody who has the unction of God upon ഞാൻ him. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവനെ നോക്കിയാ വിളിച്ചു I'm talking to പറയുന്നത്. the one who's praying. മുകളിൽ പ്രാപിക്കുന്നതിനെ Whatever you're receiving from above, താഴ്വരയിൽ തകർക്കുന്ന ഒരു ശക്തി, there is a power that destroys in the valley. അതന്നും Then, ഇന്നും and today, it's the same. കോപിക്കത്തില്ലെന്ന് നീ തീരുമാനമെടുത്തു നോക്ക്. If you take a decision, you will not get angry. അതിനുള്ള സാഹചര്യം വരുത്തുള്ളൂ. There will be only situations where you have to be angry. അന്നത്തെ അതേ വ്യാപാരം തന്നെ. The same spirit behind that. ആത്മയുദ്ധത്തിനകത്തേക്ക് പോകുന്ന അഭിഷക്തന്മാർക്ക് അത് മനസ്സിലാകും. Every man of God, every servant of God going to the spiritual battle will understand this. ഓക്കേ, 40 രാവും പകലും ദൈവത്തിന്റെ തേജസ്സിനകത്തിരുന്ന് A man who was ദൈവം മുഖാമുഖം സംസാരിച്ച് ദൈവം സ്വന്തം വിരൽ കൊണ്ട് എഴുതി ദൈവം ചെത്തി മിനുക്കിയെടുത്ത കൽപ്പലക ഒരു സെക്കൻഡ് കൊണ്ട് 40 രാവും പകലും തേജസ്സിനകത്തിരുന്ന് മഹത്വത്തിനകത്തിരുന്ന് പ്രാപിച്ചത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ചിതറിപ്പോയി. what he has received sitting in the glory of God 40 days face to face with God, but God with his own fingers engrafted into the platter of stone which was destroyed in few seconds. നീ പ്രാപിച്ചു നേടിയത്, നീ പ്രാർത്ഥിച്ചു നേടിയത്, Whatever you have received, whatever you have prayed and fasted, received. പലതും ഉടച്ചു കളയിപ്പിക്കുന്നതിന് പോലെ As many things have been shattered. പിശാച് ചിന്തിച്ചൊരു തന്ത്രം, The trick of the enemy, ഇവിടെ തുടഞ്ഞാൽ if this breaks here, ആ പ്രാപിച്ചത് whatever you received, ഈ ജനത്തിന്റെ ഇടയിൽ റിലീസ് ആകത്തില്ല. that will not be released in between the people. എന്നാൽ ചില ദിവസം കഴിയുമ്പോ But after a few days, തമ്പുരാൻ വീണ്ടും മോശയോട് പറഞ്ഞു, the Lord again said to Moses, വീണ്ടും ഒരു സെക്കൻഡ് ജേണിക്ക് വേണ്ടി കയറി വാ. come up for a second journey. നഷ്ടപ്പെട്ടതിനെ ഞാൻ വീണ്ടും എഴുതാൻ പോകുകയാണ്. I have to rewrite what you lost.
Come on. എന്തോ ഇതിനകത്തിരിക്കുന്ന ചില നിയോഗമുള്ളവരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക. I'm prophesying to somebody who has the unction of God upon ഉടച്ചു you. കളഞ്ഞതെല്ലാം വീണ്ടും തിരിച്ചു പിടിക്കാം. Whatever which has been broken, to capture that back. മോശയോട് പറഞ്ഞു കേറി വാ. He said to Moses, come up. മോശെ ഞാൻ ഇവിടെ നിർത്തട്ടെ. Let me keep Moses there. ഗെന്നസരത്ത് തടാകത്തിന്റെ കരയിൽ In the bank of Gennesaret, ഒരു മനുഷ്യൻ മീൻ പിടിച്ചോണ്ട് നിൽക്കുക. he was fishing. A man was fishing. ആ മനുഷ്യനെ വിളിച്ചു ചോദിച്ചാൽ, And if you call that man and ask, എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, if you ask what happened, 3 ദിവസം മുമ്പ് ഈ മനുഷ്യൻ ഇങ്ങനെ അല്ലായിരുന്നു. 3 days ago this man was not like this. 3 ദിവസം മുമ്പ് ഈ മനുഷ്യൻ ഇങ്ങനെ അല്ലായിരുന്നു. 3 days ago this man was not like this. പക്ഷെ 3 ദിവസത്തിന് ശേഷം ഈ മനുഷ്യൻ എങ്ങനെ ആയി? But how did this man become like this after 3 days? പത്രോസിനെ പറ്റിയാ ഞാൻ പറഞ്ഞേ. I'm speaking about Peter. ഗെന്നസരത്തിലെ പത്രോസ് തുടങ്ങിയത് He started in Gennesaret, തന്റെ 1-ാം മൈല്. his first mile. ചില നാൾ കഴിയുമ്പോ After some days, after some time, അതേ ഗെന്നസരത്തിൽ the same Gennesaret, പത്രോസ് വന്ന് നിൽക്കുക. Peter is standing. എന്തു വിട്ടോ Whatever he left, അതെടുത്തു. he took that. എന്തു വേണ്ടെന്ന് പറഞ്ഞോ Whatever he said he don't need, അത് വേണമെന്ന് പറഞ്ഞു. and he said he wants it. വള്ളവും വലയും വിട്ടാണ് അനുഗമിച്ചത്. He left the boat and net and he accompanied Jesus. പക്ഷെ ഇപ്പൊ അതേ ഗെന്നസരത്തിന്റെ തടാകക്കരയിൽ But in the same Gennesaret, the riverbank, വള്ളവും ഉണ്ട്, there is boat, വലയുമുണ്ട്, there is net, അതേ മുക്കുവന്റെ വസ്ത്രവും ഉണ്ട്. and there is a dress of the same fisherman. പിശാച് പറഞ്ഞൊരു പാഠമുണ്ട്. There is a tongue that the devil said, ഇത്ര ഉള്ള എത്ര അത്ഭുതം കണ്ടാലും you are only this much, how much ever you witness a miracle. ഏലിയാവ് ശൂലശയുടെ കീഴിൽ കിടക്കുന്നില്ലേ? Elijah was under the bush, ഇപ്പൊ അതേ അവസ്ഥയിലല്ലേ പത്രോസ് വന്ന് ഗെന്നസരത്തിൽ കിടക്കുന്നേ? and the Peter is in the same place where Elijah was. അവര് കണ്ട അത്ഭുതം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. We have not seen the miracle that they have seen. അവര് കണ്ട മിറക്കിൾ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. We have not seen the miracles they have witnessed. ഇന്നും ഭാരതം, ഇന്നും കേരളം ഒരു മരിച്ചവൻ ഉയർക്കാൻ കൊതിക്കുക കാണാൻ. Today India and Kerala is waiting for the dead to rise back. എന്റെ കൂടെ നിങ്ങൾ പറഞ്ഞേ. Come with me. ഞാൻ ഇന്ന് രാജേഷേലപ്പുറ പാസ്റ്ററോട് ഒരു ചോദ്യം ചോദിച്ചു. I asked Pastor Rajesh Elapara one question. പാസ്റ്ററെ, Pastor, ജീവൻ പോകുന്നതിന് മുമ്പ് before the life goes, ഒരു മരിച്ചവൻ എഴുന്നേക്കുന്നത് ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ. to see at least one person rising from the dead. ജീവൻ പോകുന്നതിന് മുമ്പ് Before the life goes from me, ഒരു മരിച്ചവൻ എഴുന്നേക്കുന്നത്, at least one person rising from the dead. Come on. എന്താ മിണ്ടാത്തെ? Why are you not responding? അന്ന് പത്രോസിനെ ഗെന്നസരത്തിൽ തിരിച്ചു കൊണ്ട് നിർത്തിയ അതേ പൈശാചിക തന്ത്രം, The same spirit which drew Peter back to Gennesaret, ഏലിയാവിനെ ചൂരച്ചെടിയുടെ കീഴിൽ കൊണ്ട് കടത്തിയ അതേ പൈശാചിക തന്ത്രം, the same demonic trick which took Elijah under the bush, കെട്ടിയിട്ടാൽ കെട്ടുപൊട്ടിക്കുകയും അടച്ചിട്ടാൽ കട്ടള ഇളക്കിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന അഭിഷേകമുള്ളവനെ ഒരു കൂട്ടത്തിന്റെ നടുവിൽ കൊണ്ട് അരി പൊടിക്കുന്നവനെ പോലെ ഇരുത്തിയ അതേ ശക്തി, the same spirit, who made a man who was very strong, who used to, pull down the doorpost. He was sad like a joker in midst of people. ഞാൻ ഇതിനകത്തിരിക്കുന്ന നിയോഗമുള്ളവരെ നോക്കി വിളിച്ചു പറയുന്നു. I'm speaking to the people who are the unction of God upon them. വിളിയുള്ളവൻ ഒത്തിരി അവയർനെസ് ആയിട്ടിരിക്കേണ്ട ടൈമായത്. The one who has a calling, you should be very aware. നിങ്ങൾ സീരിയസ് ആവണം, ഒരുപാട് സീരിയസ് ആവണം. You have to be really alert and serious. പത്രോസ് നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല. Peter is not a person whom we think about. എന്നെ മിറക്കിൾ കണ്ടവരാ. He was a man who saw great miracles. നിങ്ങൾ നോക്കി, അത്ഭുതങ്ങളുടെ പരമ്പര കണ്ടവർ. യേശുവിന്റെ കൂടെ ആ ജഡത്തെ അല്ലെങ്കിൽ ആ യേശുവിന്റെ ആ ശരീരത്തെ തൊട്ട് നടന്നവരല്ലേ. And he was a person who saw a series of miracles. He was at least a man who was standing together and walking with Jesus. എന്തെല്ലാം അത്ഭുതം അവർ കണ്ടതാ. He has seen what kind of miracles. ഇപ്പൊ കണ്ട അതേ ഗെന്നസരത്തിൽ വന്ന് വിട്ട വള്ളവും വിട്ട വലയും വിട്ട വസ്ത്രവും വിട്ട ഭാഷയും. He's the same Gennesaret where he left everything. The same boat, the same net, the same language, the same dress. Whatever he left, he has it now. പത്രോസിനെ കൊണ്ട് ഗെന്നസരത്തിൽ നിർത്തിയിരിക്കുന്നുണ്ടോ? Did you see Peter is
back to Gennesaret. ഞാൻ പറഞ്ഞല്ലാതെ മഴയും മഞ്ഞും പെയ്യത്തിൽ എന്ന് പറഞ്ഞവനെ കൊണ്ട് ചൂരച്ചെടിയുടെ കീഴിൽ കിടത്തിയിട്ട് ഇനി ഓടണ്ടെന്ന് പറയിപ്പിക്കുന്നുണ്ടോ? Did you see a spirit saying to a man who closed the heavens and said, until I said there will no rain, he is under a bush right now? എന്നെ കെട്ടുമ്പോൾ പൊട്ടിക്കുന്നു, എന്നെ അടയ്ക്കുമ്പോൾ കട്ടളയുടെ നമ്മൾ അടച്ച ഡോറും കൊണ്ടാവുന്ന പുള്ളി കട്ടളക്കാലും കൊണ്ടായിരുന്നു പോകുന്നത്. No, when he says bind me, they bind it, they break it, and when he says bind me, he pushes the doorpost when he walks out. അതുകൊണ്ടല്ലേ തമ്പുരാന്റെ ഒരു വാക്ക് എഴുതി വെച്ചത്. And that's what the Lord wrote a word like this. സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. You are not the people who does not know the trick of the enemy. പഴയ നിയമത്തിലല്ലല്ലോ എഴുതിയത്, പുതിയ നിയമത്തിലല്ല എഴുതിയത്. ആരെ വിഴുങ്ങേണ്ടു എന്നറിയേണ്ടതിന് അലറുന്ന സിംഹം എന്ന പോലെ. It is not written in the Old Testament, it's written in the New Testament. He is like a lion who is crawling around, prowling around to devour people. ഒരുപാട് പേര്, many people, ഒരുപാട് ഉപയോഗപ്പെട്ട അഭിഷക്തന്മാർ, many men who has been used by God. ഇന്നലകളിൽ നിങ്ങൾ ഉപയോഗപ്പെട്ട പലരും എന്തേ? There are people who have been used yesterday. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ടൈമായി. It's a time that you have to pray. ഇങ്ങനെയുള്ള കോൺഫറൻസുകളിൽ കയറുമ്പോൾ, when you enter into these kind of conferences, ഇങ്ങനെയുള്ള വലിയ കൂട്ടായ്മകൾക്കകത്ത് കയറിയിരിക്കുമ്പോൾ, when you step into these kind of big meetings, ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണമെങ്കിൽ തമ്പുരാനെ പണ്ടത്തെ കാലം പോലൊരു കാലം. Amen. Can you pray, Lord, the days like the olden days? Jesus. അറിയേണ്ട ഒരു സത്യം ഞാൻ പറയാം. I'll tell the truth that you have to know. അന്നും ഇന്നും then and today, വിളിയുള്ളവനെതിരെ, to the people who has a calling, നിയോഗമുള്ളവനെതിരെ, to the person who has the unction of വീട്ടിൽ God, 8 എണ്ണം ഉണ്ടെങ്കിലും ഒരുത്തനോടും പോരാട്ടമില്ലെങ്കിലും വിളിയുള്ളവനോട് പോരാട്ടം കാണും. and even there are 8 children in the house and no one has any trouble, but the one who has calling has always attacks. വീട്ടിൽ 12 11 എണ്ണം ഉണ്ടെങ്കിലും വിളിയുള്ള ഒരുത്തനോട് പോരാട്ടം കാണും. Even there is 11 in the house, the one who has a calling has a problem. ഇന്ന് ഇതിനകത്തിരിക്കുമ്പോൾ, when you're sitting inside this, ഞാൻ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു. I'm speaking from the light of the scripture. ഒരുപാടെണ്ണം ഒന്നാം മൈൽ കൊണ്ട് നിർത്തിയപ്പം, when many people stopped in one first mile, ദൈവം ഈ തലമുറയിൽ ഒരു ചോദ്യം ചോദിക്കുക. God is asking a question in this generation. ഒരു സെക്കൻഡ് ജേണിക്ക് വേണ്ടി, for a second journey. ഗന്നസരത്തിൽ തുടങ്ങി ഗന്നസരത്തിൽ തീരുന്ന ഒരു യാത്രയല്ല. It is not a journey which starts in Gennesaret and ends at the same place. തിഷ്ബയിൽ തുടങ്ങി ചൂരച്ചെടിയുടെ കീഴിൽ തീരുന്ന ഒരു യാത്രയല്ല. It's not a journey which starts in Tishbe and ends under the bush. ചൂരച്ചെടിയുടെ കീഴിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്, to start from the bush again. വെല്ലുവിളിച്ചവളെ വലിച്ച് തറയിലിടാനുള്ളവന്റെ മേൽ അടുത്ത പകർച്ചയുടെ പുതപ്പിടുന്ന, to pour out a mantle upon the person